Good morning. Today we can discuss transfer and transmission of shares. Section 56 of Companies Act gives right to shareholders of the company to transfer their shares in the manner laid down in the ആർട്ടിക്കിൾസ്. അപ്പോൾ ആർട്ടിക്കിൾസിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കമ്പനീസ് ആക്ടിൽ. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി മേ ഫ്രീലി ട്രാൻസ്ഫർ ദേ ഷെയർസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പബ്ലിക് കമ്പനീൻ്റെയും പ്രൈവറ്റ് കമ്പനീൻ്റെയും ഫീച്ചേഴ്സിൽ. പബ്ലിക് കമ്പനീൻ്റെ ഷെയർസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. However, the articles may contain some restrictions on transfer of shares of public company. But in the case of private company, the articles restricts free transferability of its shares. അതായത് ദ പ്രിയംഷൻ ക്ലോസ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി സ്റ്റേറ്റ്സ് ദാറ്റ് എ മെമ്പർ ഹു വാണ്ട്സ് ടു ട്രാൻസ്ഫർ ഷെയർസ് ഇൻ ദ കമ്പനി മസ്റ്റ് ഓഫർ ദ ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ്. പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രിയംറ്റീവ് ക്ലോസ് ഉണ്ട്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രൈവറ്റ് കമ്പനിയിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന് മാത്രമേ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. So, in case the members are not willing to buy shares of private company, the shares may be offered to a non-member. അതായത് അവർ വാങ്ങുന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ വേറൊരാൾക്ക് കൊടുക്കുള്ളൂ. കാരണം മാനേജ്മെൻറ്റ് ഡൈല്യൂട്ട് ചെയ്യാൻ പ്രൈവറ്റ് കമ്പനികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലായി. അപ്പം ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ വോളണ്ടറി ആക്ട് ബൈ എ മെമ്പർ ഓഫ് എ കമ്പനി. അതായത് ട്രാൻസ്ഫർ ഇസ് മെയ്ഡ് ബൈ എക്സിക്യൂട്ടിംഗ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ബൈ ദ ട്രാൻസ്ഫറർ അണ്ടർ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം. ഈ ഫിസിക്കൽ സർട്ടിഫിക്കറ്റിൽ അല്ലാണ്ടും ചെയ്യുക. അതായത് ബട്ട് അണ്ടർ ഡിമാറ്റ് സിസ്റ്റം ട്രാൻസ്ഫർ ഇസ് മെയ്ഡ് ഇലക്ട്രോണിക്കലി അണ്ടർ ദ ക്ലിയറിംഗ് സിസ്റ്റം ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ട്രാൻസ്ഫർ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനീൻ്റെ ഷെയർസ് എന്ത് ചെയ്യുന്നു? വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരു മെമ്പർ വേറൊരു മെമ്പർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ. അപ്പം ദ ഷെയർ ഓർ അതർ ഇൻട്രസ്റ്റ് ഓഫ് എനി മെമ്പർ ഇൻ എ കമ്പനി ആർ മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് സോ ട്രാൻസ്ഫറബിൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ എന്നുള്ളത്. അപ്പം കമ്പനി ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളത്. അതായത് ഒരു ട്രാൻസ്ഫർ ഇഫക്റ്റ് ആവണമെങ്കിൽ ദ ട്രാൻസ്ഫർ ഷാൾ ബി ഇഫക്റ്റഡ് ബൈ എക്സിക്യൂട്ടിംഗ് എൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ കോൾഡ് ട്രാൻസ്ഫർ ഡീഡ്. അതിനാണ് നമ്മൾ ട്രാൻസ്ഫർ ഡീഡ് എന്ന് പറയുന്നത്. അതായത് കമ്പനി ഷാൾ നോട്ട് രജിസ്റ്റർ എ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അൺലെസ് എ പ്രോപ്പർ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ആൻഡ് സൈൻഡ് ബൈ ബോത്ത് transferor and the transferee, and it is delivered to the company within a period of 60 days from the date of execution along with the certificate relating to securities. ഇനി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആയാലും മതി. ഓക്കെ. ഇനി അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് അതായത് ട്രാൻസ്ഫർ ഡീഡ് മസ്റ്റാണ്. അത് കൃത്യമായിട്ട് എന്താക്കിയിരിക്കണം? എക്സിക്യൂട്ട് ചെയ്തിരിക്കണം, സ്റ്റാമ്പ് ചെയ്യണം. ആൻഡ് ബോത്ത് ദ പാർട്ടീസ് ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫറർ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹൂ ട്രാൻസ്ഫേഴ്സ് ഷെയർസ് ആൻഡ് ട്രാൻസ്ഫറി മീൻസ് ദ പേഴ്സൺ ടു ഹൂം ദ ഷെയർസ് ആർ ട്രാൻസ്ഫേർഡ്. ഈ രണ്ട് പാർട്ടിയും അതിൽ സൈൻ ചെയ്യുകയും വേണം. അപ്പോൾ ട്രാൻസ്ഫർ ഡീഡ് ഇസ് മസ്റ്റ്. രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവ്രി ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ ഷാൾ ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം എന്നാണ് പറയുന്നത്. അതായത് ദ ട്രാൻസ്ഫർ ഡീഡ് മസ്റ്റ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. അതിൽ രണ്ടുപേരും സൈൻ ചെയ്തിരിക്കണം. അതായത് ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റീൻ്റെ മുന്നിൽ വെച്ചിട്ട് ബോത്ത് ഓഫ് ഇറ്റ് ഷുഡ് ബി സൈൻ ബൈ ട്രാൻസ്ഫറർ ആൻഡ് ബിഫോർ എനി എൻട്രി ഈസ് മെയ്ഡ് therein. Next, the transferee becomes a member of the company only when the transfer is registered by the company. വെറുതെ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം പോരാ, ആ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യുന്നതോട് കൂടിയിട്ടേ ഉള്ളൂ ട്രാൻസ്ഫറി എന്താവുന്നുള്ളൂ, ആ കമ്പനിയിലെ മെമ്പർ ആവുന്നുള്ളൂ. മനസ്സിലായല്ലോ? ഇനി സെക്കൻഡ് പ്രൊവിഷൻ ഇസ് ട്രാൻസ്ഫർ ബൈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്. അതായത് എ ട്രാൻസ്ഫർ എക്സിക്യൂട്ടഡ് ബൈ ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ
ഓൾദോ ദ റെപ്രസെൻറ്റേറ്റീവ് ഇസ് നോട്ട് ഹിംസെൽഫ് എ മെമ്പർ ഇസ് വാലിഡ് എന്നാണ് പറയുന്നത്. അതായത് ചിലപ്പം എന്താ പറയുക, ആളുകൾ മരിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനും എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ദേ ക്യാൻ ട്രാൻസ്ഫർ ദ ഷെയർസ് ഓഫ് ദി കമ്പനി, അതും വാലിഡ് ആണെന്നാണ് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം, ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓഫ് എ മെമ്പർ ഇൻ എ കമ്പനി മേ ബി മെയ്ഡ് ഈദർ ബൈ ദ ട്രാൻസ്ഫറർ ഓർ ട്രാൻസ്ഫറിങ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ ആരെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ട്രാൻസ്ഫറർ ഓർ ബൈ ദ ട്രാൻസ്ഫറിങ്. ദെൻ ട്രാൻസ്ഫർ ബൈ പാർട്ട്ലി പെയ്ഡ് ഷെയർസ്, where an application is made by the transferor alone and it relates to partly paid shares. The transfer shall be registered unless the company gives the notice of the application in such manner as may be prescribed to the transferee, and the transferee gives no objection to the transfer within 2 weeks ഫ്രം ദ റെസിപ്റ്റ് ഓഫ് ദി നോട്ടീസ്. അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആണെങ്കിൽ ഈ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ കമ്പനി എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ട്രാൻസ്ഫറിക്ക് ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം. അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആണെന്നുള്ളത്. എന്നിട്ട് ട്രാൻസ്ഫറി നോ ഒബ്ജെക്ഷൻസ്, അതായത് നോ ഒബ്ജെക്ഷൻ ട്രാൻസ്ഫറിൻ്റെ അടുത്തുനിന്ന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം, അതായത് 2 ആഴ്ച വെയിറ്റ് ചെയ്യും നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി, അതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. മനസ്സിലായോ? നെക്സ്റ്റ് ഇസ് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫർ. എവറി കമ്പനി shall deliver the certificate of transfer or transmission within a period of 1 month from the date of receipt by the company, the instrument of transfer or intimation of transfer as the case may be, in case of a transfer or transmission of securities എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലോ ട്രാൻസ്മിഷൻ നടത്തുന്നുണ്ടെങ്കിലോ, ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുകയോ ട്രാൻസ്മിഷൻ നടത്തുകയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്, ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എത്ര ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്, വിത്തിൻ 1 month എന്നാണ് പറയുന്നത്. അതായത് ഈ ഇൻറ്റിമേഷൻ കിട്ടി, ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ എക്സിക്യൂട്ട് ചെയ്തതിന് കഴിഞ്ഞിട്ട് 1 മാസത്തിനുള്ളിൽ ഈ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ഈസ് എങ്ങനെയാണ് റിഫ്യൂസൽ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫർ എന്നുള്ളത്. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ ഭവിഷ്യത്തുക്കൾ നോക്കാം. അതായത് ചില സമയത്തെ കമ്പനി എന്ത് ചെയ്യും, ഇഫ് എ കമ്പനി വിത്തൗട്ട് സഫിഷ്യൻറ്റ് കോസ് refuses to register the transfer of shares, appeal against such refusal shall lie to the ട്രിബ്യൂണൽ എന്നാണ് പറയുന്നത്. അതായത് കമ്പനി ഒരു കാരണവും ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് എന്താക്കുക, റെഫ്യൂസസ് ടു രജിസ്റ്റർ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, അതായത് രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, അപ്പീൽ ടു ട്രിബ്യൂണലിൻ്റെ അടുത്ത് അപ്പീലിന് പോവാം. So appeal to the tribunal can be made by transferee within a period of 60 days of such refusal എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ട്രാൻസ്ഫറി ഇങ്ങനെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, ഈ റിഫ്യൂസൽ അല്ലെങ്കിൽ വെൻ നോ ഇൻറ്റിമേഷൻ ഹാസ് ബീൻ റിസീവ്ഡ് ഫ്രം ദ കമ്പനി, 60 ദിവസമായിട്ടും ഈ ഒരു ഇൻറ്റിമേഷനും കിട്ടുന്നില്ല, രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 90 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, വിത്തിൻ 90 ഡേയ്സ് ഓഫ് 60 ദിവസത്തിനുള്ളിൽ അപ്പീലിന് പോവാമെന്നാണ് കേട്ടോ. 90 ഡേയ്സ് ആയിട്ടും ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നിട്ടില്ലെങ്കിൽ. അപ്പം പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതായത് ഇങ്ങനെ റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രാൻസ്ഫർ ഓർ ട്രാൻസ്മിഷൻ ഓഫ് എനി സെക്യൂരിറ്റീസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് എ മെമ്പർ ഇൻ ദ കമ്പനി, ഇറ്റ് ഷാൾ വിത്തിൻ എ പീരിയഡ് ഓഫ് 30 days from the date on which instrument of transfer or intimation of such transmission was delivered to the company, send a notice to the refusal to the transferor and transferee or to the person giving intimation to such transmission as the case may be, giving reasons for such refusal എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും റെഫ്യൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ കമ്പനി കൊടുത്തോളണം. മനസ്സിലായല്ലോ? നേരെ മറിച്ച് പബ്ലിക് കമ്പനീൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫോർമാലിറ്റീസും ഇല്ല.
എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ ആൻഡ് എനി കോൺട്രാക്റ്റ് ഓർ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ 2 or more persons in respect of transfer of security shall be enforceable as a contract. പിന്നെ പറഞ്ഞല്ലോ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിത്തൗട്ട് സഫീഷ്യൻറ്റ് കോസ് റിഫ്യൂസസ് ടു രജിസ്റ്റർ ദ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് വിത്തിൻ എ പീരിയഡ് ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓർ ഇൻറ്റിമേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ഇസ് ഡെലിവേർഡ് ടു ദ കമ്പനി. ട്രാൻസ്ഫറിക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, വിത്തിൻ എ പീരിയഡ് ഓഫ് 60 days. ഇതിൽ തെറ്റാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറയുന്നത് 60 daysനുള്ളിൽ ഒരു ഇൻറ്റിമേഷനും കിട്ടിയിട്ടില്ലെങ്കിൽ, 90 daysനുള്ളിൽ ഒരു ഇൻറ്റിമേഷനും കിട്ടിയിട്ടില്ലെങ്കിൽ 60 daysനുള്ളിൽ അപ്പീലിന് പോവാന്നുള്ളതാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ ആ 1360 ഒന്ന് കറക്റ്റ് ചെയ്യണം. അല്ല 90 അല്ലേ, നിങ്ങളതിൽ 30 തന്നിരിക്കുന്നത്, ശരിക്കും 60 മതി. 60 ആണ് ബാക്കിയുള്ള എല്ലാ ടെക്സ്റ്റിലും കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് ട്രിബ്യൂണലിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. ദ ട്രിബ്യൂണൽ വൈൽ ഡീലിംഗ് വിത്ത് എൻ അപ്പീൽ മേ ആഫ്റ്റർ ഹിയറിംഗ് ദ പാർട്ടീസ് ഈതർ ഡിസ്മിസ് ദ അപ്പീൽ. അപ്പോൾ രണ്ട് ആളുകളുടെ വാദവും കേട്ടതിന് ശേഷം ഒന്നുകിൽ ട്രിബ്യൂണൽ എന്തിന് വിധിക്കും, ഡയറക്റ്റ് ദാറ്റ് ദ ട്രാൻസ്ഫർ ഓർ ട്രാൻസ്മിഷൻ ഷാൾ ബി രജിസ്റ്റേർഡ് ബൈ ദി കമ്പനി ആൻഡ് ദ കമ്പനി ഷാൾ കംപ്ലൈ വിത്ത് സച്ച് ഓർഡർ വിത്തിൻ എ പീരിയഡ് ഓഫ് 10 days ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ദി നോട്ടീസ്. അതായത് പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഓർഡർ കൊടുക്കും. അതായത് 10 ദിവസത്തിനുള്ളിൽ ഇതാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഡർ പാസ്സാക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് റെക്ടിഫിക്കേഷൻ ഓഫ് ദ രജിസ്റ്റർ ആൻഡ് ഓൾസോ ഡയറക്റ്റ് ദ കമ്പനി ടു പേ ഡാമേജസ്. ഇനി ഇങ്ങനെ റെഫ്യൂസലിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ ഈ പ്രൊവിഷൻസ്, ഈ ഓർഡർ കോൺട്രവീൻ ചെയ്യുകയാണെങ്കിൽ അവരെ പണിഷ് ചെയ്യാനുള്ള അധികാരം ട്രിബ്യൂണലിനുണ്ട്. ദേ ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 year, which but it may extend to 3 years or with a fine. ഫൈൻ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം 1 lakh ആൻഡ് വിച്ച് ഇറ്റ് മേ എക്സ്റ്റെൻഡ് ടു 5 lakh rupees എന്നാണ് പറയും. മനസ്സിലായോ? റിഫ്യൂസൽ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് വി ക്യാൻ സീ വട്ട് സർട്ടിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫേഴ്സ്. അതായത് ഈ കമ്പനീസ് ആക്ട് 2013 ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. സർട്ടിഫിക്കേഷൻ പഴയതാണിത്. വേറെ ഷെയർ ഹോൾഡർ ഡിസയേഴ്സ് ടു സെൽ അവേ സം ഓഫ് ദി ഷെയർസ് റെപ്രസെൻറ്റഡ് ബൈ എ ഷെയർ സർട്ടിഫിക്കറ്റ് ഓർ ടു സെൽ ദം ടു ഡിഫറെൻറ്റ് ബയേഴ്സ് ദ പ്രോബ്ലം ഓഫ് സിംഗിൾ ഷെയർ സർട്ടിഫിക്കറ്റ് എറൈസസ്. അതായത് ഒരു ഷെയർ ഹോൾഡർ അയാളുടെ കയ്യിലുള്ള ഷെയർസ് പല ആളുകൾക്കായിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത്. ടു ഓവർകം ദിസ് പ്രോബ്ലം എ പ്രാക്ടീസ് ഹാസ് ഗ്രോൺ അപ്പ് whereby the transferor lodges the certificate and transfer form with the company with a request to certify the ട്രാൻസ്ഫർ. അന്നേരം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ട്രാൻസ്ഫറർ എന്ത് ചെയ്യും, ഇയാളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, കമ്പനിയിൽ ലോഡ്ജ് ചെയ്യും. എന്നിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുക്കുക ചെയ്യുക ട്രാൻസ്ഫർ ഫോമിന്. അപ്പോൾ കമ്പനി റെസ്പോൺസ് ബൈ എൻഡോസിങ് എ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ ഇഫക്റ്റ് ദാറ്റ് എ ഷെയർ സർട്ടിഫിക്കറ്റ് കവറിങ് ദോസ് ട്രാൻസ്ഫേഴ്സ് ഹാസ് ബീൻ ലോഡ്ജ്ഡ് വിത്ത് ദ കമ്പനി. അപ്പോൾ സർട്ടിഫിക്കേഷൻ വെൻ ദ ട്രാൻസ്ഫർ ഇസ് ലോഡ്ജ്ഡ് വിത്ത് ദ കമ്പനി ആൻഡ് പാസ്ഡ്, the company cancels the old certificates and sends a certification of transfer for the shares transferred. മനസ്സിലായല്ലോ? അപ്പോൾ ആ പഴയ ഷെയർ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ആർക്കൊക്കെയാണോ അത് പുതിയതായിട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഷെയർസ്, അവർക്ക് പുതിയ സർട്ടിഫിക്കേഷൻ നടത്തും. വേറെ കമ്പനി നെഗ്ലിജൻ്റ്ലി മേക്സ് എ ഫോൾസ് സർട്ടിഫിക്കേഷൻ, ഇറ്റ് വുഡ് ബി ലയബിൾ ഫോർ എനി ലോസ് സഫേർഡ് ടു ദ പാർട്ടീസ്. അപ്പോൾ കമ്പനീൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കമ്പനി ആയിരിക്കും ഉത്തരവാദി. ഇനി എന്താണ് ഫോർജ് ട്രാൻസ്ഫർ, ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്നൊക്കെ നോക്കാം. ഫോർജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ an instrument of transfer of shares on which the signature of the transferor is forged. It is called forged instrument. അതായത് ഇപ്പോൾ ഷെയർസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരെയാണല്ലോ ട്രാൻസ്ഫറർ എന്ന് പറയുക. ട്രാൻസ്ഫററെ സിഗ്നേച്ചർ ഫോർജ് ചെയ്തിട്ടുണ്ടാവും, കള്ളൊപ്പൊക്കെ ഇട്ടിട്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ട്രാൻസ്ഫറിനെയാണ് ഫോർജ് ട്രാൻസ്ഫർ എന്ന് പറയുക.
An instrument is transferred only with the signature of the transferer and the signature is the intention of the person to transfer. അപ്പോൾ ഇങ്ങനെ ഫോർജ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ എനി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഇഫക്റ്റഡ് ഓൺ സച്ച് ഇൻസ്ട്രുമെൻറ്റ് ഇസ് എ ഫോർജ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർജ് ട്രാൻസ്ഫറിൽ ഇറ്റ് ഈസ് എ നള്ളിറ്റി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കൺഫർ എനി ലീഗൽ ടൈറ്റിൽ അപ്പോൺ ദ ട്രാൻസ്ഫറി. അങ്ങനെ ചെയ്തിട്ടുള്ള ആ ട്രാൻസ്ഫർ ആണെങ്കിൽ ഈ ട്രാൻസ്ഫറിക്ക് ഒരു ഗുഡ് ടൈറ്റിൽ കിട്ടില്ല, അയാൾക്ക് ശരിക്കുള്ള ഉടമസ്ഥാവകാശം കിട്ടില്ല. ഇഫ് ദി കമ്പനി ഹാസ് ഇഷ്യൂഡ് എ ഷെയർ സർട്ടിഫിക്കറ്റ് ടു ദ ട്രാൻസ്ഫറി ഓൺ എ ഫോർജ് ട്രാൻസ്ഫർ, അങ്ങനെയാണെങ്കിൽ അതായത് കമ്പനി ഇഷ്യൂ ചെയ്യുകയും ചെയ്തു ഷെയർ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഫോർജ് ട്രാൻസ്ഫറിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നസെൻറ്റ് ബയർ ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഹി ക്യാൻ ക്ലെയിം ഡാമേജസ് ഫ്രം ദി കമ്പനി ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഹി ആക്റ്റഡ് ഓൺ ദ ഷെയർ സർട്ടിഫിക്കറ്റ് ഓഫ് ദി കമ്പനി. അതായത് ഈ കമ്പനീൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്നസെൻറ്റ് ബയർ ആണെങ്കിൽ ഹി ക്യാൻ ക്ലെയിം ഡാമേജസ് എന്നാണ് പറയുന്നത്. Then if a company incurs any loss due to forged transfer, it may recover indemnity from the person who lodged it. ഓക്കെ, ഇനി ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർ വെയർ ബൈ ദ ട്രാൻസ്ഫറർ ഹാൻഡ്സ് ഓവർ ടു ദി ബയർ ദ ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് എ ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ്. അപ്പോൾ ഇത് നേരിട്ടിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് ആർക്ക് കൊടുക്കുക ചെയ്യുക, ബയറിന് കൊടുക്കും, ഒരു ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡും കൊടുക്കും. അപ്പോൾ ഇൻ ബ്ലാങ്ക് ട്രാൻസ്ഫർ ദ ട്രാൻസ്ഫറർ ഫിൽസ് ഇൻ ഓൺലി ഹിസ് നെയിം ആൻഡ് സിഗ്നേച്ചർ. ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇസ് നോട്ട് മെൻഷൻഡ്. ആർക്കാ കൊടുത്തത് ട്രാൻസ്ഫറീൻ്റെ പേരുണ്ടാവില്ല. അതായത് ഷെയർ സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ എന്തൊരു ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡും കൊടുക്കും, ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഇല്ലാതെ. Therefore, to whom the document is given can freely transfer. അത് ഷെയർ ഇസ് ലൈക്ക് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം ആരാണോ വാങ്ങുന്ന ആൾക്ക് ഹി വിൽ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ ഓഫ് ദ ഷെയർ. ഇനി ദ പ്രോസസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ് വിത്ത് ദ ബ്ലാങ്ക് ഡീഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി വെൻ ഇറ്റ് റീച്ചസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വൺ ഹു വാണ്ട്സ് ടു റീറ്റെയിൻ ദ ഷെയർ ഹി ക്യാൻ ഫിൽ ഹിസ് നെയിം ആൻഡ് ഡേറ്റ് and get it registered in the company's book. ഇനി നമുക്ക് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വോളണ്ടറി എന്നാണ് പറയുന്നത്. വോളണ്ടറി ആക്റ്റാണ്, ആർക്ക് വേണമെങ്കിലും, അതായത് പ്രൈവറ്റ് കമ്പനി അല്ല, പബ്ലിക് കമ്പനിയിൽ ഷെയർസ് എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യലാണ്, പക്ഷേ ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ. ഒന്നുകിൽ ട്രാൻസ്ഫറി മരിക്കണം അല്ലെങ്കിൽ അൺസൗണ്ട് ആവണം. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നിയമപരമായിട്ട് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയുക. അപ്പോൾ ട്രാൻസ്മിഷൻ ഇസ് ദ പാസിംഗ് ഓഫ് ടൈറ്റിൽ ഓർ പ്രോപ്പർട്ടി ഇൻ ഷെയർസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സച്ച് ഈവൻറ്റ്സ് ആസ് ഡെത്ത്, ഇൻസോൾവൻസി ആൻഡ് ലൂനൻസി ഓഫ് എ ഷെയർ ഹോൾഡർ. അപ്പോൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് ദ റിസൾട്ട് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് ലോ ഇൻ വിച്ച് കേസ് ദ ടൈറ്റിൽ ഇസ് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫേർഡ് ടു അതർ പേഴ്സൺ ലീഗലി എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ദ ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ ആർക്കാണോ ലീഗലി ഈ ഷെയർസ് കിട്ടാൻ അർഹത ഉള്ളവർ, ചിലപ്പം മരിച്ച ആളാണെങ്കിൽ മരിച്ച ആളുടെ അവകാശിക്കായിരിക്കും കിട്ടുക, ലീഗൽ ഹയേഴ്സിന്. അല്ലെങ്കിൽ ഇപ്പം അൺസൗണ്ട് പേഴ്സൺ ആയിട്ടുണ്ടെങ്കിൽ ആരാണോ ഒഫീഷ്യൽ റിസീവറോ അങ്ങനെ അവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയായിട്ടാണ് എന്താക്കുന്നത് ട്രാൻസ്മിഷനിൽ നടക്കുന്നത്. അപ്പോൾ സെക്ഷൻ 58 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ റൈറ്റ് ഓഫ് എ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ടു എക്സിക്യൂട്ട് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് അതർ ഇൻട്രസ്റ്റ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഈ ട്രാൻസ്മിഷൻ നോക്കാം. ഒന്നുകിൽ ഒരു കേസ് പറയുന്നത് ഡെത്ത് ഓഫ് ജോയിൻറ്റ് ഹോൾഡർ ഓഫ് ഷെയർസ്, അതായത് ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ജോയിൻ്റ്ലി ആണെങ്കിൽ when the death of a joint holder is notified by the survivor by producing the proof of death, the share goes to the possession and ownership of the survivor. ആരാണോ ഉള്ള ആളുകൾ, ഇപ്പോൾ ഒരു 3-4 ആളുകൾ ഒരുമിച്ചെടുത്ത ഷെയർസ് ആണെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരാണോ ബാക്കി സർവൈവർ, അപ്പോൾ അവർക്ക് കിട്ടും. ഇനി ഡെത്ത് ഓഫ് എ സോൾ ട്രേഡർ, സോൾ ഹോൾഡർ, അതായത്
ഒരാളുടെ കയ്യിൽ മാത്രമാണ് ഷെയർസ് ഉള്ളത്. ഇപ്പം കുറേ ഷെയർസ്, 1000 ഷെയർസ് ഓഫ് എ കമ്പനി ആർ ഹെൽഡ് ബൈ എ ഷെയർ ഹോൾഡർ. അങ്ങനെയാണെങ്കിൽ അയാൾ മരിക്കുകയാണെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ദ ഷെയർസ് ട്രാൻസ്ഫേർഡ് ടു ദം. അതിനൊക്കെ പ്രൂഫ് കൊടുക്കണം കേട്ടോ, മരിച്ചതിൻ്റെയൊക്കെ പ്രൂഫ് വേണം. ദെൻ ഒഫീഷ്യൽ അസൈനി, എപ്പോഴാണ് ഒഫീഷ്യൽ അസൈനിക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. വെൻ ഷെയർസ് ഓഫ് എൻ ഇൻസോൾവെൻറ്റ് മെമ്പർ ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദിസ് ഒഫീഷ്യൽ അസൈനി ഇറ്റ് ബിക്കംസ് എ ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത്. ഇനി അൺസൗണ്ട് പേഴ്സൺ ആണെങ്കിൽ വേർ ദ ഷെയർസ് ഓഫ് എ മെമ്പർ ഹു ഹാസ് ബീൻ പ്രൂവ്ഡ് ടു ബി അൺസൗണ്ട് മൈൻഡ് ദ കോർട്ട് വിൽ അപ്പോയിൻറ്റ് ഹിസ് ഗാർഡിയൻ ആസ് ദി ഹോൾഡർ. അപ്പോൾ ഇൻസോൾവെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഒഫീഷ്യൽ അസൈനിക്ക് കിട്ടും. അൺസൗണ്ട് പേഴ്സൺസ് ആണെങ്കിൽ ആരാണോ ഗാർഡിയനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് കോർട്ട്, അവർക്കാണ് ഷെയർസ് ട്രാൻസ്ഫർ ആയി കിട്ടുന്നത്. ഓക്കെ, ഇനി 1 person കമ്പനി ആണെങ്കിലോ, ഇൻ കേസ് ഓഫ് എ 1 person കമ്പനി ഓൺ ദ ഡെത്ത് ഓഫ് ദ സോൾ മെമ്പർ the person nominated by such member shall be the person recognized by the company as having title to all the shares of the member. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു OPC എടുക്കുന്ന സമയത്ത് ഈ OPCയിൽ ആൾക്ക് ആ 1 person എന്തെങ്കിലും പറ്റുകയാണ്, അയാൾ ഒരാളെ നോമിനേറ്റ് ചെയ്ത് വെക്കും. ഇൻ കേസ് ഓഫ് ഹിസ് ഡെത്ത് ഓർ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ ആരാണെന്നുള്ളത്, അപ്പോൾ അയാളാണ് ഹീസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ദ ഷെയർസ്. അതായത് 1 person എന്തെങ്കിലും പറ്റിയാൽ. ഇനി ദ നോമിനി ഓൺ ബിക്കമിങ് എൻറ്റൈറ്റിൽഡ് ടു സച്ച് ഷെയർസ് ഇൻ കേസ് ഓഫ് മെമ്പേഴ്സ് ഡെത്ത് ഷാൽ ബി ഇൻഫോംഡ് ഓഫ് സച്ച് ഈവൻറ്റ് ബൈ ദ ബോർഡ് ഓഫ് ദി കമ്പനി. ദെൻ അതായത് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ ഇൻഫോം ചെയ്തിരിക്കണം എന്നുള്ളതാണുള്ളത്. അവരെ ഇൻഫോം ചെയ്യണം നോമിനി. അതേമാതിരി സച്ച് നോമിനി ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ദ സെയിം ഡിവിഡൻസ് ആൻഡ് അതർ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടു വിച്ച് സച്ച് സോൾ മെമ്പർ ഓഫ് ദി കമ്പനി വാസ് എൻറ്റൈറ്റിൽഡ് ഓർ ലയബിൾ. അതായത് ഈ നോമിനീൻ്റെ റൈറ്റ്സ് ലയബിലിറ്റീസ് എന്നൊക്കെ പറയുന്നത് മുമ്പത്തെ ആൾക്ക് എങ്ങനെയാണോ, നമ്മൾ 1 person കമ്പനിയിലെ ആളുടെ എങ്ങനെയാണോ അതേ സെയിം റൈറ്റ്സ് ആൻഡ് എന്താ പറയുക ലയബിലിറ്റീസ് ആർ പാസ് ടു ദി നോമിനി. ഓൺ ബിക്കമിങ് എ മെമ്പർ സച്ച് നോമിനി ഷാൽ നോമിനേറ്റ്, വേറൊരാളെ നോമിനേറ്റ് ചെയ്യും. ഇനി അതർ പേഴ്സൺ വിത്ത് എ പ്രയർ റിട്ടേൺ കൺസെൻറ്റ് ഓഫ് സച്ച് പേഴ്സൺ ഹു ഷാൽ ഇൻ ദി ഇവൻറ്റ് ഓഫ് ദി ഡെത്ത് ഓഫ് ദി മെമ്പർ ബിക്കം എ മെമ്പർ ഓഫ് ദി കമ്പനി. അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴുള്ള ഈ നോമിനി എന്ത് ചെയ്യും, അയാൾ മെമ്പർ ആയതിനു ശേഷം വേറൊരാളെ ഇതേപോലെ നോമിനിയാക്കി വെക്കും. കാരണം ഇനിയും ഇയാൾ മരിക്കുന്ന സമയത്ത് അയാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ട്രാൻസ്മിഷൻ എന്ന് മനസ്സിലായോ? ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ നോക്കാം. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ വോളണ്ടറി ആക്ട്, അതായത് ഇറ്റ് ഈസ് ഡൺ വോളണ്ടറിലി ഓർ വില്ലിംഗ്ലി ബൈ എ ഷെയർ ഹോൾഡർ. നേരെ മറിച്ചിട്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ത്രൂ ഓപ്പറേഷൻ ഓഫ് ലോ, അതായത് ആരും വോളണ്ടറി ആയിട്ട് ചെയ്യുന്നില്ല, ഇൻവോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ്. അതായത് ഒന്നുകിൽ എന്താക്കണം, ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡെത്ത്, insanity or insolvency of a shareholder the law operates. അതായത് നിയമപരമായിട്ട് ഷെയർസ് എന്താക്കുന്നു, ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ഒന്നുകിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനാവാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനിക്കാവാം, അല്ലെങ്കിൽ ദ ഗാർഡിയൻ അപ്പോയിൻറ്റഡ് ബൈ ദ കോർട്ട്. അപ്പോൾ ആരാണോ അർഹരായിട്ടുള്ളത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ. While a transfer form has to be executed and delivered to the company for the transfer of shares, but a mere application by legal representatives is sufficient for transmission of shares. ട്രാൻസ്ഫർ ഓഫ് ഷെയർസിന് എന്ത് നിർബന്ധമാണ്, ട്രാൻസ്ഫർ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യണം ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡെലിവേർഡ് ടു ദ കമ്പനി. നേരെ മറിച്ച് ട്രാൻസ്മിഷൻ ഒരു ആപ്ലിക്കേഷൻ ഫോം മാത്രം കൊടുത്താൽ മതി വിത്ത് പ്രൂഫ്. ദെൻ ഷെയർ ഓഫ് അതായത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ടേക്ക് പ്ലേസ് അറ്റ് എനി ടൈം എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് ഓൺലി അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് സച്ച് ആസ് ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി എക്സെട്ര. ഇനി വാലിഡ് കൺസിഡറേഷൻ എക്സിസ്റ്റ് in case of transfer of shares, but there is no consideration in case of ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അയാൾ കാശ് കൊടുക്കണം ഷെയറിന്. അപ്പോൾ ഒരു വാലിഡ് കൺസിഡറേഷൻ ഇസ് എ മസ്റ്റ്. നേരെ മറിച്ച് ട്രാൻസ്മിഷൻ്റെ കേസിൽ ഒരാൾ മരിച്ചാലോ അങ്ങനെയൊക്കെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ട്രാൻസ്ഫറിക്ക് എന്ത് വരുന്നില്ല, കോസ്റ്റ് ഒന്നും, കൺസിഡറേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ.
നമുക്ക് നോക്കേണ്ടത് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ആണ്. ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി യൂഷ്വലി മേക്ക് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഇൻകോർപ്പറേറ്റിംഗ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കണ്ടെയ്ൻഡ് ഇൻ കമ്പനീസ് റൂൾസ്. അതായത് റെഗുലേഷൻ 19/22 കുറേ റൂൾസ് പറയുന്നുണ്ട്. അതേപോലെ ട്രാൻസ്ഫറിൻ്റെ കേസിലാണെങ്കിൽ, ട്രാൻസ്മിഷൻ്റെ കേസിൽ റെഗുലേഷൻ 22-23 വരെ 27 വരെ കുറേ റെഗുലേഷൻസ് പറയുന്നുണ്ട്. ഈ എല്ലാ റെഗുലേഷനും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾസിൽ പ്രൊവിഷൻസ് ഉണ്ടാവും, കോംപ്രഹെൻസീവ് പ്രൊവിഷൻസ് ഉണ്ടാവും ഈ ട്രാൻസ്ഫറിനും ട്രാൻസ്മിഷനും വേണ്ടിയിട്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട ഉണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.